വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ. ഫീനിക്സ് ഗേൾ ഭാഗം 31 തുടരുന്നു. മൗനിയോട് മിയ തന്റെ പാസ്റ്റ് പറയുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോയാലോ? ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മിയ മുകളിലേക്ക് കയറിപ്പോയി. കൃഷി തന്നോടൊരു വാക്കുപോലും മിണ്ടാതെ പോകുന്ന അവളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവന്റെ അമ്മയായ രോഹിണി അവിടേക്ക് വന്നു. എന്തു പറ്റി മോൾക്ക്? ഇന്നൊന്നും മിണ്ടിയില്ലല്ലോ. അതാണോ? എന്നത്തെയും പോലെ എന്തേലും ഉണ്ടായി കാണും, കൃഷ് ആലോചനയോടെ പറഞ്ഞു. മോന് വല്ലതും കഴിക്കാൻ വേണോ? വേണ്ട, വാ അമ്മേ, നമുക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലാം. മക്കള് ചെല്ലും. ഇപ്പോൾ അവൾക്ക് മറ്റാരെക്കാളും നീ അടുത്തുള്ളൊരു ആശ്വാസം. ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. അമ്മയുടെ വാക്കുകൾ കേട്ടതും പുഞ്ചിരിയോടെ അവൻ അവരുടെ കവിളിൽ ചെറു ചുംബനം നൽകി മുകളിലേക്ക് ചെന്നു. കൃഷ് സ്റ്റെയർ കയറി അവന്റെ മുറിയിലേക്ക് ചെന്നു. പ്രതീക്ഷിച്ചതുപോലെ മിയ അവന്റെ ബെഡിൽ കമിഴ്ന്ന് കിടപ്പുണ്ട്. അവളെ നോക്കി നിൽക്ക് അവന് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ പതിയെ അവൾക്കരികിലേക്ക് ചെന്ന് കിടന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും മിയ ചോദിക്കുക പോലും ചെയ്യാതെ അവന്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. പുഞ്ചിരിയോടെ കൃഷ് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. എന്നിട്ട് പതിയെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് രോഹിണി ചെന്നപ്പോൾ ചേർന്ന് കിടക്കുന്നവരെ കണ്ട് വേദനയോടെ നോക്കി. എന്നിട്ട് താഴേക്ക് ചെന്നു. അപ്പോഴേക്കും അവരുടെ ഭർത്താവ് മോഹനൻ റെഡിയായി വന്നിരുന്നു. അവർ ചെല്ലുന്നത് കണ്ട്, എന്തു പറ്റി? മോൾ എന്നും അവിടുന്ന് പിണങ്ങിയാണ് വന്ന്. രോഹിണി വേദനയോടെ തലയാട്ടി. കഷ്ടം തന്നെ കേട്ടോ ആ കുട്ടിയുടെ കാര്യം. മോഹനന്റെ മറുപടി കേട്ട് അവർ തുടരും. ഏട്ടാ, നമുക്കൊരു മോളില്ലേ? എനിക്ക് കൃഷ്ണനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. നീ എന്താ പറയുന്നേ? അവര് തമ്മിൽ പറയാൻ വന്ന മോഹനനെ പകുതി വെച്ച് നിർത്തിക്കൊണ്ട് രോഹിണി തുടർന്നു. അറിയാമേട്ടാ, സഹോദരങ്ങൾ മാത്രമാണ് എന്നല്ലേ? അറിയാം. മറ്റൊരു വയറ്റിൽ ജനിച്ചു എന്നേ ഉള്ളൂ. അവൾ എൻ്റെ മോൾ തന്നെയാ. അതുപോലെ തന്നെയാ അവളുടെ ഇഷ്ടം പോലെ ഡൽഹിയിൽ പഠിക്കാൻ സമ്മതിച്ചത്. നെക്സ്റ്റ് മന്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്മിഷനൊക്കെ ശരിയായിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടാണ് മേയും കൃഷും അവിടേക്ക് വന്നത്. അയാൾ പറഞ്ഞത് അവർ ആഗ്രഹിച്ച കാര്യമാണെങ്കിൽ പോലും അവരെ പിരിയുന്ന വേദന രണ്ടുപേരുടെ മുഖത്ത് കണ്ടിരുന്നു. മോളെ, നിന്റെ അമ്മ സമ്മതിക്കുമോ നാട്ടിലേക്ക് പോവാൻ? മോഹനൻ അവളോടായി ചോദിച്ചു. ഉറപ്പായില്ലച്ച, പക്ഷെ ഞാൻ എന്റെ സമ്മതം നോക്കിയല്ലല്ലോ മമ്മയൊന്നും ചെയ്യുന്നത്. മേശയിൽ നിന്നും ആപ്പിൾ കയ്യിലെടുത്ത് കഴിച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. പിന്നെ ആകെയുള്ളൊരു വിഷമം ഇവനെ നിങ്ങളുടെ അരികിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. അത് കേട്ടുകൊണ്ട് രോഹിണി പെട്ടെന്ന് പറഞ്ഞു. മോൾ എന്താ പറയുന്നത്? ഇവൻ മാറി നിൽക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യമാണ് മോള് പോകുന്നത്. കുറച്ച് വിഷമമാണ്, എങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത്തിരി സമാധാനമുണ്ട്. പറയുന്നതിനൊപ്പം തന്നെ അവർ ഇരുവരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവരുടെ വയറ്റിൽ മുഖം ചേർത്ത് നിൽക്കുന്ന സമയം കൃഷി നോക്കുമ്പോൾ നിറകണ്ണുകൾ തുടയ്ക്കുന്ന മേയെയാണ് കാണുന്നത്. അവൻ അവളെ നോക്കി ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ കണ്ണുകൾ അടച്ചു കാണിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മിയ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടിരുന്നു പുറത്ത് പാർക്ക് ചെയ്ത കാറുകളെ. അകത്തേക്ക് കയറാൻ നേരം പുറത്തുള്ള ചെരുപ്പുകൾ കണ്ടതെ മനം മടിച്ചതുപോലെ അവൾ കുറച്ചു നിമിഷം അവിടെ നിന്ന് എന്നിട്ട് അകത്തേക്ക് കയറി. മമ്മയും സുഹൃത്തുക്കളുമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന കുറെ പേരും അകത്തുണ്ട്. എല്ലാരും മദ്യം കുടിക്കുകയും അതിനനുസരിച്ച് പല വൃത്തികേടുകളും കാണിച്ചു കൂട്ടുന്നുണ്ട്. എല്ലാം കണ്ട് വെറുപ്പോടെ തന്റെ റൂമിലേക്ക് പോകുമ്പോൾ കണ്ണെന്തിനകത്തുള്ള പോലെ നിറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് മൗനിയുടെ ചോദ്യം കേട്ട് മിയ അവളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാനും കൃഷും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. വിഷമത്തോടെയാണെങ്കിലും വല്ലാത്തൊരു സമാധാനമുള്ള സമയങ്ങളായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കോളേജിൽ വെച്ചാണ് പറയാൻ വന്ന മിയ കുറച്ചു നേരത്തേക്ക് സൈലന്റ് ആയി. അത് കേട്ട മൗനി ചോദിച്ചു, കിച്ചനെ അല്ലേ? കോളേജ് ഹീറോ ആയിരുന്നു നിന്റെ കിച്ചു. നന്നായി പാട്ടുപാടുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ക്രഷ് ഉണ്ടാക്കാൻ അവന് കഴിഞ്ഞിരുന്നു. എങ്ങനെയാ നിങ്ങൾ? മൗനി ഇടറുന്ന വാക്കുകളോട് ചോദിച്ചു. മിയയ്ക്ക് അത് മനസ്സിലായെങ്കിലും അവൾ തുടർന്നു. ഞങ്ങൾ തമ്മിൽ തുടങ്ങിയത് ഒരു സൗഹൃദത്തിൽ നിന്നായിരുന്നു. ഒന്നാമത് മലയാളി, സെയിം ബാച്ച്. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പോലും അവനുമായി അടുത്തിട്ടില്ല. കാരണം എനിക്കും കൃഷിനുമിടയിൽ മറ്റൊരാൾ എന്നൊരു ചിന്ത ഇതുവരെ വന്നിട്ടില്ലായിരുന്നു.
പിന്നെ എങ്ങനെയാണ്? മൗനി ആലോചനയോടെ ചോദിച്ചു. ഞാനും കൃഷും ഒരുമിച്ചായിരുന്നു താമസം. ഒരു വീടെടുത്തിട്ട്. ഒരു ദിവസം പുറത്തേക്ക് പോയ കൃഷി തിരിച്ചു വന്നില്ല. അന്ന് എന്നെ തേടി വന്ന ഒരു കോൾ. അതാണ് നിനക്ക് മുന്നിൽ ഞാൻ നിൽക്കാനുള്ള കാരണം പോലും. മിയയുടെ വാക്കുകളിലെ ആത്മാർത്ഥത മനസ്സിലായതിനാൽ മൗനി ഒന്നും മിണ്ടാതെ ബാക്കി കേൾക്കാനായി തുടരുന്നു. 1-2 പാർട്ട് കൂടെയാണ് പാസ്റ്റ് ഉള്ളത്. മിയ അല്ല ഹീറോയിൻ കേട്ടോ, മൗനി തന്നെയാണ്. കൃഷ്ണ അവൻ്റെ പ്രണയം അത് കാണിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ മിയയുടെ ലൈഫ് പറയുന്നത് തന്നെയാണ് നല്ലത്. ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് മാത്രമല്ല മിയ മൗനിക്ക് വേണ്ടി നിൽക്കുന്നത്. അതിന് പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അടുത്ത അധ്യായങ്ങളിൽ നിങ്ങൾക്കറിയാൻ പറ്റും. താങ്ക് യു.